കണ്ണിമേറ മാർക്കറ്റിന്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുന്നത്. അതായത് ഈ മാർക്കറ്റ് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഈ കാണുന്ന മത്സ്യ മാർക്കറ്റ്, ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ മത്സ്യ വിപണന കേന്ദ്രം. ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളോട് ഇനി മുതൽ ഇവിടെ കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്നും പകരം താൽക്കാലികമായി ഒരുക്കിയ ഷെഡുകളിലേക്ക് മാറണമെന്നും കോർപ്പറേഷൻ അറിയിച്ചിരുന്നു. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനം, അതായത് ഇവർക്ക് താൽക്കാലികമായി ഇപ്പോൾ ഒരുക്കി കൊടുത്തിരിക്കുന്ന ഷെഡിന്റെ സമീപത്തായി മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യുന്നത് വരെ അവിടെ നിന്ന് മാറാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സജ്ജീകരണം ഒരുക്കാതെ താൽക്കാലിക ഷെഡിലേക്ക് മാറില്ല എന്ന നിലപാട് തൊഴിലാളികൾ എടുത്തു. തുടർന്ന് കോർപ്പറേഷൻ ഇവർക്ക് അന്ത്യശാസനമൊക്കെ നൽകിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഭാഗം ഇവരുടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. ആ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇത്തരത്തിൽ ഏപ്രിൽ 10 വരെ യാതൊരു തരത്തിലേക്കുള്ള പൊളിച്ചു നീക്കൽ നടപടികളും പാടില്ല എന്ന നിലപാടിലേക്ക് ഇന്നലെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതായത് ഹൈക്കോടതി ഒരു സ്റ്റേ നൽകുകയും ചെയ്തു. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ഈ ഷെഡ് പൊളിച്ചു നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങൾ വന്നതോടുകൂടി തന്നെ ഇപ്പോൾ താൽക്കാലികമായി പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ പൊളിച്ചു നീക്കാനെത്തിയവർ പറയുന്നത് ഇതിനൊരു തൂൺ സ്ഥാപിച്ചിരുന്നു. ആ തൂൺ തകർന്നു വീണതിനാൽ തന്നെ ഇതിവിടെ നിന്ന് പൊളിച്ചു നീക്കുകയാണ് എന്നതാണ് നൽകുന്ന വിശദീകരണം. എന്തായാലും നമുക്ക് ഇവിടുത്തെ തൊഴിലാളികളോട് കൂടി തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? എന്താണെന്ന് ഇന്നലെ വരെ ഈ കെട്ടിടത്തിന്റെ ഒരെണ്ണം പോലും അളവിട്ടില്ലായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ കോർപ്പറേഷന്റെ പരിധിയിൽപ്പെട്ടവരെ എല്ലാം ഈ മത്സ്യ കച്ചവടക്കാരെ മൊത്തം താഴോട്ട് മാറ്റിയിട്ട് ഇന്നലെ രാത്രി കൊണ്ട് ഈ മത്സ്യം കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഈ മാർക്കറ്റിനെ ഇടിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. ഹൈക്കോടതി ഒരു സ്റ്റേ ഉണ്ടല്ലോ, നാളെ വരെ ഇതിൽ പൊളിക്കാൻ പാടില്ല എന്ന്. ഹൈക്കോടതി സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ മാനിക്കാതെയാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്ന പരിപാടി. അപ്പൊ ചേട്ടാ, ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നാണോ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്? ഒരിക്കലല്ലോ, കോർപ്പറേഷൻ ഇത് ഇവിടെ ലാലം പിടിച്ച വ്യക്തികളാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ശരിക്കും കോടതി ലക്ഷ്യമാണ്. ഇന്നലെ നമുക്ക് സ്റ്റേ ഓർഡർ കിട്ടിയതാണ് ഇന്നലെ ഉച്ചയ്ക്ക്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇത് പൊളിച്ചത്. ഇന്നലെ രാത്രി ആരൊക്കെ തകർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇത് പൊളിച്ചു തുടങ്ങി. ഈ പൊളിക്കാൻ വന്നവരെന്താ പറയുന്നത്? എന്തുകൊണ്ട് പൊളിക്കുന്നു എന്നാ പറയുന്നത്? ഇല്ല, പൊളിക്കാൻ വന്നവരുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. കാരണം അവർ 2 ബംഗാളികളിൽ നിന്ന് പൊളിക്കാൻ ഇതിൻ്റെ കോൺട്രാക്ട് എടുത്ത് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതിപ്പോൾ ഈ തൂൺ എങ്ങനെ തകർന്നേന്ന് വല്ലതും അറിയാവോ? ഇല്ല, ഇത് ഇന്നലെ വരെ നേരെ ഇരുന്നതാണ്. ഇന്ന് രാവിലെ വന്ന സമയത്ത് ഇത് തകർത്തിട്ടിരിക്കുന്നത്. അവരൊക്കെയാണ് ഇവിടെ ഇരുന്ന് ജീവിക്കുന്നത്. അവരുടെ ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയും. അപ്പോൾ ഇവിടെ ഈ മത്സ്യവിപണനം നടത്തുന്ന കുറച്ച് സ്ത്രീകളായിട്ടുള്ള കുറച്ച് അമ്മമാർ ഇവിടെ ഉണ്ട്. അമ്മ, ശരിക്കും എന്താ സംഭവിച്ചത്? നീ പറ. നമ്മളാരും കണ്ടില്ല മക്കൾ ഇവിടെ എന്താണ് നടന്നത്. കണ്ടതാരാ? കഷ്ടപ്പെടുത്ത നമ്മളെ പാവങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അടിക്കുക. ഇത് കഴിഞ്ഞാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇന്നലെ വന്നിട്ട് ഇന്ന് രാവിലെ 6 മണി തൊട്ട് ഇവിടെ ഇരിക്കുക. വേലം കൊണ്ട് ഒരു സ്ഥലവുമില്ല, ഒന്നുമില്ല. ആഹാരം പോലും കഴിച്ചിട്ട് 2 ചായയും കുടിച്ചോണ്ട് ഇന്നലെ കൊണ്ട് തുടങ്ങിയ. രാത്രി ഉറങ്ങിയില്ല. മനസ്സമാധാനം സാധനമില്ല. ഇങ്ങനെ ദ്രോഹിക്കരുത് നിങ്ങളാരും പറഞ്ഞിട്ടുണ്ട്. രാവിലെ തൊട്ട് ഇങ്ങനെ ചേരപ്പന എല്ലാവരും ജോലി ചെയ്യാൻ സ്ഥലമില്ല, നിൽക്കാനൊരു സ്ഥലമില്ല, ഇട്ടാമുട്ട ഒരു സ്ഥലമില്ല. നിങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. നീ തന്നെ എന്നെ മേച്ച അവിടെ കിടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണ്. അവിടെ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എടുത്തോണ്ട് അങ്ങോട്ട് പോകണം. നമുക്കൊരു ജീവിക്കാൻ ഒരു സ്ഥലം തരണ്ടേ? നമ്മൾ ഇവരെല്ലാം മീനിലും വയറ്റിൻ്റെ അകത്ത് മീൻ ഇട്ടുണ്ടല്ലേ നടക്കുന്നത് എല്ലാവരും. എന്നിട്ട് ആ മനുഷ്യരെ നിങ്ങൾക്ക് ആർക്കും കണ്ടുകൂടെ? മത്സ്യം തിന്നാൻ കൊള്ളാം അല്ലേ? മത്സ്യത്തൊഴിലാളികളെയും ഈ ജോലി ചെയ്യുന്നവരാരെയും നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇവിടെ രാവിലെ അവിടെ നിന്ന് മാറി കൊടുക്കണമെന്നല്ലേ പറയുന്നത്. ഒരു മാറി കൊടുക്കണമെന്ന് പറയുന്നു. എവിടെ എങ്ങോട്ട് ഓടും? ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഒരു ചായ പോലും രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കണം. അത്തരത്തിൽ ഇവർക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ ഇപ്പോൾ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ നിന്ന് വിപണനം ചെയ്യാൻ കഴിയില്ല. തൊട്ടപ്പുറത്തേക്ക് ഈ മാലിന്യ സംസ്കരണം ഒന്നും പൂർത്തിയാകാത്തത് കൊണ്ടും വൃത്തിയുള്ളൊരു അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ടും അവിടെയും ജോലി ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണ് എന്നതാണ് ഇവർ പറയുന്നത്. എന്തായാലും താൽക്കാലികമായി മാധ്യമങ്ങളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയത് കൊണ്ട് തന്നെ താൽക്കാലികമായി ഇത് പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇത് ഏകദേശം തകർന്നു വീണത്. ഇവിടെ ഒരു തൂണുണ്ടായിരുന്നു, ആ തൂൺ തകർന്ന് വീണു എന്നതാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇത് കൃത്യമായി ബോധപൂർവം ആരൊക്കെയോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് ഇത് തകർത്തു എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്യാമറ പേഴ്സൺ ബിജു മടവരിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.